മൃതദേഹം തിരിച്ചറിഞ്ഞ് പുറത്തേക്കിറങ്ങിയ പൈലിയുടെ അടുത്തേക്ക് സുധാകരൻ നടന്നു ചെന്നു. എന്താടാ, നിന്റെ മകൻ തന്നെയല്ലേ അത്? ഉറപ്പാണോ? അതെ സാർ, അതെൻ്റെ മകൻ തന്നെയാണ്. പിന്നെ എന്താടാ നിന്റെ മുഖത്തൊരു സങ്കടമില്ലാത്തത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണം സാർ? ഇവിടെ ഇരുന്ന് പൊട്ടിക്കരയണോ? എൻ്റെ മകൾ മരിച്ച വിഷമം മാറിയിട്ടില്ല, അതിനിടയ്ക്ക് ഇതും സഹിക്കാൻ പറ്റില്ല സാർ. പൈലി പുറത്തേക്കിറങ്ങി സുധാകരനെ തിരിഞ്ഞു നോക്കി. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോ. വേണ്ട സാർ, എൻ്റെ ഭാര്യ, അവൾക്ക് ഇതും കൂടി താങ്ങാനാവില്ല. ആരും അറിയാതെ ഇവിടെ പൊതുശ്മശാനത്തിൽ അടക്കം ചെയ്താൽ മതി. എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവൾ കരുതിക്കോട്ടെ. പൈലി പുറത്തേക്കിറങ്ങിയ പൈലിയുടെ മനസ്സിൽ കൂടി ചില രംഗങ്ങൾ കടന്നുപോയി. ജീപ്പിന്റെ ഇടികൊണ്ട് താഴേക്ക് ഉരുണ്ടു പോരുകയായിരുന്നു ക്ലീറ്റസും ശരണ്യയും. ക്ലീറ്റസിന്റെ തലയിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. അവന്റെ ബോധം പതുക്കെ മറഞ്ഞു. ആ സമയത്ത് ജീപ്പിൽ നിന്നും ഇറങ്ങിയ മല്ലന്മാർ ശരണ്യയെയും ക്ലീറ്റസിനെയും പിടിക്കുവാൻ താഴോട്ട് ഓടിയിറങ്ങി. അവർ ക്ലീറ്റസിന്റെയും ശരണ്യയുടെയും അടുത്തെത്തിയിരുന്നു. രണ്ടുപേരുടെയും ബോധം നഷ്ടപ്പെട്ടിട്ടുള്ള കിടപ്പ് കണ്ട് അവർ പരസ്പരം നോക്കി ചിരിച്ചു. രണ്ടിനെയും തൂക്കിയെടുക്ക്, പാവം നായ്കൾ വിശന്നിരിക്കുകയാവും, ഗുണ്ടകളിൽ ഒരുവൻ പറഞ്ഞു. അണ്ണാ, ഈ പെണ്ണ് ചത്തിട്ടില്ല. ഇത്രയ്ക്ക് സുന്ദരിയായ ഇവളെ വെറുതെ പട്ടിക്ക് എറിഞ്ഞു കൊടുക്കണോ? നമ്മുടെയൊക്കെ ആവശ്യം കഴിഞ്ഞിട്ട് കൊടുത്താൽ പോരെ? മറ്റൊരുവനാണ് അത് പറഞ്ഞത്. അവനത് പറഞ്ഞത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. ശരി ശരി, ഇവനെ തൂക്കിയെടുത്ത് വണ്ടിയിലിട്. നമ്മുടെയൊക്കെ പരാക്രമം കഴിഞ്ഞിട്ടുള്ള ഇവളുടെ ശരീരം നായ ഭക്ഷിച്ചാൽ മതി, ഗുണ്ടകളിൽ പ്രമുഖൻ പറഞ്ഞു. അതിന് പ്രകാരം ക്ലീറ്റസിന്റെ ശരീരം നിലത്തു നിന്ന് എടുക്കുവാനായി ഒരുവൻ കുമ്പിട്ടു. ആ നിമിഷം തന്നെ എവിടെ നിന്നോ പറന്നു വന്ന ഒരു മരക്കൊമ്പ് അവന്റെ തലയിൽ അടിച്ചു. അവനൊരു നിലവിളിയോട് തെറിച്ചുപോയി. എല്ലാവരും ആ മരക്കൊമ്പ് വന്ന ഭാഗത്തേക്ക് നോക്കി. മുണ്ടും മടക്കി കുത്തി ഒരാൾ അവരുടെ നേരെ നടന്നു വരുന്നു. ശേഷം അവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നു അയാൾ. എല്ലാ മല്ലന്മാരെയും അയാൾ മാറി മാറി നോക്കി. എന്താടാ നിന്റെയൊക്കെ പേര്? അയാൾ ഗുണ്ടാ നേതാവിനോട് ചോദിച്ചു. മാർട്ടിൻ, മച്ചാൻ മാർട്ടിൻ, ഗുണ്ടാ നേതാവ് പറഞ്ഞു. നിന്റെയോ? സന്തോഷ്, കൊലകൊല്ലിയെന്ന് വിളിക്കും. ഞാൻ അനിൽ, റിപ്പർ അനിൽ. ഞാൻ ബാബു, ബുള്ളറ്റ് ബാബു. അപ്പോൾ വീണ് കിടക്കുന്നവനോ? അവൻ ഹംസ, പുതിയ ആളാണ്. അല്ല, നിങ്ങളാരാ ഇതൊക്കെ ചോദിക്കാൻ? മച്ചാൻ മാർട്ടിനാണ് അത് പറഞ്ഞത്. ആ മനുഷ്യൻ മാർട്ടിന്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിന്നു. ഞാൻ പൈലി, ചെകുത്താൻ പൈലി. അത് പറഞ്ഞു കഴിഞ്ഞതും മാർട്ടിന്റെ നെഞ്ചിനിട്ട് ആഞ്ഞിടിച്ചു പൈലി. ഗുണ്ടകൾ അന്തം വിട്ട് നിന്നു. നീയൊക്കെ ഓടിച്ച് ഈ പരുവത്തിലാക്കിയിട്ടിരിക്കുന്നത് എൻ്റെ മകനെയാടാ. പൈലി ആ ഗുണ്ടകൾക്ക് നേരെ ചാടി വീണു. മിന്നൽ വേഗത്തിലായിരുന്നു പൈലിയുടെ നീക്കം. പൂഴിമണൽ 4 പാടും ചിതറി. പൈലിയുടെ കൈയും കാലും ശരവേഗത്തിൽ ആ ഗുണ്ടകളെ നേരിട്ടു. 10 മിനിറ്റ് കൊണ്ട് ഗുണ്ടകൾ അവശരായി. എഴുന്നേറ്റ് നിൽക്കാൻ പോയിട്ട് ബോധം പോലും നശിച്ച നിലയിലായിരുന്നു അവർ. വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് റോക്കി ഞെട്ടി എഴുന്നേറ്റു. ആന്റണിയും സംഘവും എല്ലാം അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. തലേ ദിവസത്തിന്റെ മദ്യത്തിന്റെ കെട്ട് പൂർണ്ണമായും വിട്ടിട്ടില്ല. റോക്കി വാതിൽ തുറന്നു. മുന്നിൽ തോളിൽ ഒരാളെയും ഇട്ടുകൊണ്ട് നിൽക്കുന്ന മറ്റൊരാൾ. അയാൾ മുന്നിൽ വന്നപ്പോഴാണ് പൈലിയാണെന്ന് റോക്കിക്ക് മനസ്സിലായത്. തോളിലിട്ടിരിക്കുന്നയാളെ അകത്ത് കിടത്തി പൈലി. എന്താ അപ്പ ഇത്? പൈലി ഉണ്ടായ കാര്യങ്ങൾ റോക്കിയോട് പറഞ്ഞു. തൽക്കാലം ഇവൻ ഇവിടെ ഇരിക്കട്ടെ. ഇവൻ ജീവിച്ചിരിക്കുന്ന വിവരം തൽക്കാലം ആരും അറിയണ്ട. ചിലപ്പോൾ അത് അപകടമാകും. ഞാനാണ് ഇവനെ കൊണ്ടുവന്നതെന്നും ആരോടും പറയണ്ട. ഇവന്റെ വസ്ത്രങ്ങൾ അഴിച്ച് എനിക്ക് തന്നേക്ക്. ചെറിയൊരു കാര്യമുണ്ട്. ആന്റണിയും കൂട്ടരും ക്ലീറ്റസിന്റെ വസ്ത്രങ്ങൾ അഴിച്ച് പൈലിക്ക് കൊടുത്തു. അതിനുശേഷം ക്ലീറ്റസിനെ മറ്റൊരു വസ്ത്രം ധരിപ്പിച്ചു. അവർ അഴിച്ചു കൊടുത്ത ക്ലീറ്റസിന്റെ വസ്ത്രവുമായി പൈലി പുറത്തേക്കിറങ്ങി. വാതിലടച്ചോളൂ, എനിക്ക് കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട്. കുറച്ചു കഴിയുമ്പോൾ എൻ്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ വരും. ക്ലീറ്റസിനെ അയാൾ നോക്കിക്കോളും. മുണ്ടും മടക്കി കുത്തി പൈലി പുറത്തേക്ക് പോയി. അപ്പോഴും മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. പൈലി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. എനിക്കൊരു മൃതദേഹം വേണം. 1 ദിവസത്തെ പഴക്കമുണ്ടായാലും കുഴപ്പമില്ല. എൻ്റെ മകൻ ക്ലീറ്റസിനെ നിനക്കറിയാമല്ലോ. കണ്ടാൽ അവൻ്റെ ശരീരം പോലെ തോന്നണം. ഇന്ന് തന്നെ അത് കിട്ടണം. പൈലി ഫോൺ കട്ട് ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണിക്കുട്ടി. ഞാൻ നിങ്ങളുടെ മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നത് വേട്ടയുടെ അടുത്ത എപ്പിസോഡുമായിട്ടാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു ക്യാഷ് ചലഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്തിരിക്കുന്ന 3 പേർക്കും ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ ക്യാഷ് ഇട്ട് തരുന്നതിന് വേണ്ടി നിങ്ങളുടെ GPay നമ്പർ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഞാൻ ബയോയിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലേക്കോ അയച്ചു തന്നാൽ മതി. അതിനകത്ത് ക്യാഷ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് കഥയുടെ ബാക്കിയിലേക്ക് കടക്കാം. മഴയത്ത് കൂടെ നടന്നുപോയി. മോർച്ചറിക്ക് പുറത്ത് തന്നെ കാത്തിരിക്കുന്ന ഓട്ടോയിൽ കയറിയിരുന്നു കൊണ്ട് പൈലി സുധാകരനെ നോക്കി. നിഗൂഢമായ ഒരു പുഞ്ചിരി പൈലിയുടെ ചുണ്ടിലുണ്ടായിരുന്നു. ഓട്ടോ അകന്നു പോകുമ്പോഴും സുധാകരൻ അത് നോക്കി നിന്നു. എന്തിനായിരിക്കും അയാൾ ചിരിച്ചത്? ഇയാളുടെ മകനല്ലേ മരിച്ചു കിടക്കുന്നത്? മൃതദേഹം അയാളുടെ മകനാണെന്ന് അറിഞ്ഞിട്ട് പോലും അയാൾ അല്പം പോലും കരഞ്ഞില്ല. ഞാൻ പൈലി, ചെകുത്താൻ പൈലി. അന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് അയാൾ പറഞ്ഞത് സുധാകരന്റെ കാതുകളിൽ മുഴങ്ങി. ചെകുത്താൻ പൈലി, ആ പേര് താൻ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാണത്? അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. സുധാകരൻ മനസ്സിലുറപ്പിച്ചു. റോക്കി കണ്ണുകൾ തുറന്നു. തൻ്റെ അപ്പൻ ആരാണെന്ന് അപ്പൻ തന്നോട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുന്ന കാലത്ത് അടിയും ബഹളവും ഉണ്ടായി കോളേജിലേക്ക് വിളിപ്പിച്ചതിനു ശേഷമാണ്. മോനെ, നിന്റെ അപ്പൻ പണ്ട് ഗുണ്ടയായിരുന്നു. ഒരുപാട് പേർക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, അബ്കാരികൾ, വലിയ വലിയ മുതലാളിമാർ, അവർക്കൊക്കെ വേണ്ടി. ആരോഗ്യമുള്ളപ്പോൾ അവർക്കൊക്കെ നമ്മളെ വേണം. നമ്മുടെ ബലം മുഴുവൻ അവർ ഊറ്റിയെടുക്കും. എന്നാൽ നമ്മളൊന്ന് വീണുപോയാൽ ഈ പറഞ്ഞ ആരുമുണ്ടാവില്ല. ഒരുപാട് തിരിച്ചടികൾ അപ്പന് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ അമ്മയാണ് ഇതെല്ലാം അനുഭവിച്ചത്. അവളുടെ കണ്ണീര് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് എല്ലാം അവസാനിപ്പിച്ച് ഇപ്പോഴത്തെ സ്ഥലത്തേക്ക് വരികയായിരുന്നു. അതിനുശേഷമാണ് അവളൊന്ന് സന്തോഷിച്ച് കണ്ടത്. നമ്മുടെ പ്രവൃത്തികളാണ് മോനെ നമ്മുടെ അപ്പൻ്റെയും അമ്മയെയും ഒക്കെ സന്തോഷം തീരുമാനിക്കുന്നത്. ഇപ്പോഴേ നീ ഇങ്ങനെ ആയാൽ അപ്പനെ പോലെ ആയിത്തീരും. അത് വേണ്ട. നിങ്ങളുടെ അമ്മയ്ക്ക് അത് സഹിക്കില്ല. അത് നീ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അപ്പനിത് പറഞ്ഞത്. അപ്പൻ പറഞ്ഞതെല്ലാം അന്ന് ഞാൻ കേട്ടു നിന്നു. എല്ലാം അവസാനിപ്പിക്കണമെന്ന് തോന്നിയിരുന്നുവെങ്കിലും പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. കൺമുന്നിൽ കണ്ടുകൊണ്ടിരുന്ന അക്രമം കണ്ടില്ല എന്ന് നടിക്കാൻ തനിക്ക് പറ്റിയില്ല. ആന്റണി വന്ന് തോളിൽ കൈവച്ചപ്പോഴാണ് റോക്കി ആലോചനയിൽ നിന്നും ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയത്. എല്ലാ കാര്യങ്ങളും ഞാൻ അവളോട് പറഞ്ഞു. നിന്റെ അനിയത്തിയുടെ മരണവും എല്ലാം. എന്തിനാ നീ അതൊക്കെ അവളോട് പറയാൻ പോയത്? ദേഷ്യത്തോടെ റോക്കി ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടാ ആ ചേട്ടൻ പറഞ്ഞത്. അവിടേക്ക് വന്ന കീർത്തനയാണ് അത് പറഞ്ഞത്. അത് വേണ്ടിയിരുന്നില്ല കീർത്തനെ. ഡയാന, അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അനിയത്തിയെ വൃത്തികെട്ടവന്മാർ കടിച്ചു കീറിയ വിവരം ആരും അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൾ ഞങ്ങളോടൊപ്പമുണ്ട്. എൻ്റെയും ക്ലീറ്റസിൻ്റെയും അമ്മയുടെയും അപ്പൻ്റെയും കൂടെ. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു റോക്കി. അപ്പോൾ സുധാകരൻ സാറിനെ ഉൾപ്പെടെ എല്ലാവരെയും കൊന്നത് റോക്കിയാണോ? കീർത്തന വീണ്ടും ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ് ചെയ്തത്. സുധാകരൻ എൻ്റെ ശത്രു എന്ന് പറയാനാവില്ല. അയാൾ ഒരിക്കലും ഡയാനയെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഡയാനയുടെ മരണത്തിന് കാരണക്കാരായവരുടെ വാലാട്ടിപ്പട്ടിയാണ് അയാൾ. എൻ്റെ പ്രതികാരം തുടങ്ങുന്നതിന് മുൻപുള്ള ആദ്യത്തെ സാമ്പിൾ വെടിക്കെട്ട് അതായിരുന്നു. അയാളുടെ മരണം. മുളവുകാട് വീടുള്ള ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ഭാര്യയുമായുള്ള സുധാകരൻ്റെ അവിഹിതം ഞാൻ അറിഞ്ഞിരുന്നു. അയാൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഞാൻ കാത്തുനിന്നു. ബ്രൂണോ, ക്ലീറ്റസിൻ്റെ അരുമയായ നായ. മിടുക്കനാണവൻ. പറയുന്ന പണി അതുപോലെ ചെയ്യും. എൻ്റെ അനിയത്തിയെ ജീവനോടെ കടിച്ചു കൊന്നവന്മാരുടെ മരണം അതുപോലെ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ഞാൻ നടപ്പിലാക്കി. ആത്മനിർവൃതിയോടെയാണ് റോക്കി അത് പറഞ്ഞത്. അലക്സാണ്ടറിൻ്റെ മുന്നിലേക്ക് നാരായണൻ പാഞ്ഞു വന്നു. അതെ, ചില കാര്യങ്ങൾ ഞാൻ കേട്ടു. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. എന്താ കാര്യം? എൻ്റെ മകൾ ദർശനയെ ജെയിംസിന് ഞാൻ കെട്ടിച്ചു കൊടുത്തത് കല്ലൂക്കാരന്മാരുടെ കുടുംബ മഹിമ കണ്ടിട്ടാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളെയൊക്കെ പറ്റി കേൾക്കുന്നത് അത്ര നല്ല കാര്യമല്ല. താൻ എന്താ കേട്ടത്? നിങ്ങളുടെ അനിയൻ എന്ന് വെച്ചാൽ എൻ്റെ മരുമകൻ. അവനുൾപ്പെടെ പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അവൻ്റെ ആ സ്വഭാവ ദൂഷ്യം കാരണമല്ലേ ഇപ്പോൾ മരണപ്പെട്ടത്. മാത്രമല്ല ഇളയ അനിയൻ കിഷോറിനും അവളെ നോട്ടമുണ്ടായിരുന്നു.
താൻ ഉൾപ്പെടെ അതിന് സപ്പോർട്ടായിരുന്നു. അവളുടെ ഭർത്താവെന്ന് പറയുന്ന ജെയിംസ് എന്ന കോന്തൻ പോലും അതിന് മൗനാനുവാദം നൽകി. എടോ അലക്സാണ്ടറെ, കുറെ പണമുണ്ടായിട്ട് കാര്യമില്ല. ആദ്യം വേണ്ടത് കുടുംബ മഹിമയാണ്. ഇത്ര വൃത്തികെട്ട കുടുംബമാണിതെന്ന് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ മകളെ ഞാൻ കൊണ്ടുപോവുകയാണ്. ഇനി അവൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതും പറഞ്ഞ് നാരായണൻ തിരിഞ്ഞു നടന്നു. തൊട്ടു മുൻപിൽ ആജാനുബാഹുവിനെ പോലെ ഒരാൾ കൈവലിച്ച് ഒറ്റ അടിയായിരുന്നു. നാരായണൻ തെറിച്ച് ടീപ്പോയുടെ മുകളിൽ വീണു. ടീപ്പോയ് ചിന്നിച്ചിതറി. ഞെട്ടലോടെ അലക്സാണ്ടർ തിരിഞ്ഞു നോക്കി. സാവിയോ. പാഞ്ഞു വന്ന സാവിയോ നാരായണനെ തൂക്കിയെടുത്ത് ഭിത്തിയിൽ ചാരി നിർത്തി വയറ്റത്തൊന്നു കൊടുത്തു. നാരായണൻ നിലവിളിച്ചു പോയി. നാരായണന്റെ നിലവിളി ശബ്ദം കേട്ട് ദർശനയും നളിനിയും ഓടി വന്നു. അയ്യോ! അവിടുത്തെ രംഗം കണ്ട് ദർശനയും നളിനിയും നിലവിളിച്ചു പോയി. എടാ നാരായണ, കല്ലൂക്കാരന്മാർ എന്ന് പറയുന്നത് അലക്സാണ്ടറിൽ ഒതുങ്ങുന്നതല്ലടാ. കല്ലൂക്കാരന്മാരുടെ അവസാന വാക്ക് അത് സാവിയോ ആണ്. ഈ കുടുംബത്ത് എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് ഞാൻ വിചാരിക്കണം. കല്ലൂക്കാരന്മാരെ മൊത്തത്തിൽ അവഹേളിച്ചിട്ട് പോകുവാൻ ഒരുത്തനെ ഞാൻ അനുവദിക്കുകയുമില്ല. നാരായണന്റെ മേലുള്ള പിടിവിട്ടു സാവിയോ. നിലത്തു വീണ നാരായണൻ ചുമച്ചു. ശ്വാസം കിട്ടാൻ പാടുപെടുന്നത് പോലെ തോന്നി. നളിനിയും ദർശനയും ഓടിച്ചെന്ന് നാരായണനെ താങ്ങി പിടിച്ചു. നീയും നിന്റെ കുടുംബവും ഇവിടെ നിന്ന് പുറത്തു പോകണമെങ്കിൽ എൻ്റെ അനുവാദം വേണം. നിലത്ത് കിടന്ന് ചുമക്കുന്ന നാരായണനെ നോക്കിക്കൊണ്ട് സാവിയോ പറഞ്ഞു. അതിനുശേഷം അലക്സാണ്ടറിന്റെ നേരെ തിരിഞ്ഞു സാവിയോ. അലക്സാണ്ടർ, കല്ലൂക്കാരന്മാരുടെ രാജാവ്. ഒടുവിൽ വരുന്നവനും പോകുന്നവനും മുഖത്ത് നോക്കി തെറി വിളിച്ചിട്ടും കുടുംബത്തിന്റെ നേരെ കാർക്കിച്ച് തുപ്പിയിട്ടും നിനക്കൊന്നും പറയാനില്ല അല്ലേ? അലക്സാണ്ടർ ഒന്നും മിണ്ടിയില്ല. എന്താടാ, നിനക്കൊന്നും പറയാനില്ലേ? സാവിയോ വീണ്ടും ചോദിച്ചു. സാവിയോ, 2 അനിയന്മാർ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. ആകെ തളർന്നിരിക്കുകയാണ്, അലക്സാണ്ടർ പറഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്. നിന്റെ അനിയന്മാരെ കൊന്നവനെ പൂമാലയിട്ട് സ്വീകരിക്ക്. അതാണ് നല്ലത്. അലക്സാണ്ടർ മറുപടി പറഞ്ഞില്ല. നീ ഒരു പരാജയമായി പോയി അലക്സാണ്ടർ. പക്ഷേ നീ തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല, അലക്സാണ്ടറിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് സാവിയോ പറഞ്ഞു. അലക്സാണ്ടറിന്റെ മുന്നിലിരുന്നു സാവിയോ. ഇപ്പോൾ നിനക്കെന്ത് തോന്നുന്നു അലക്സാണ്ടർ? അലക്സാണ്ടർ അതിന് മറുപടി പറഞ്ഞില്ല. നിന്റെ അനിയന്മാർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ, പെണ്ണിനെ ഉൾപ്പെടെ. എന്നിട്ടും അവന്മാർ ഞാൻ പറയാത്ത കാര്യങ്ങൾ ചെയ്തു. ഒടുവിൽ എന്ത് സംഭവിച്ചു? നിനക്കവരെ നഷ്ടമായി. അലക്സാണ്ടർ കേട്ടിരുന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ കൈയൊഴിഞ്ഞപ്പോൾ നിന്റെ കുടുംബത്തിന്റെ അടിവേര് പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഞാൻ കൂടെയുള്ളതാണ് നിന്റെ ശക്തി, സാവിയോ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി സാവിയോ. നീ അകന്നു നിന്നപ്പോൾ എൻ്റെ ചിറകൊടിഞ്ഞു. ഇത്രയും നാളും ഞാൻ ശക്തനെന്ന് അഹങ്കരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, നീയായിരുന്നു എൻ്റെ ശക്തി. അലക്സാണ്ടറിന്റെ ശബ്ദം ശോഷിച്ചിരുന്നു. അതുകണ്ട് സാവിയോ ചിരിച്ചു. ഒരു ഞെട്ടലോടെ ശരണ്യ ചാടി എഴുന്നേറ്റു. തല പൊട്ടിപ്പൊളിയുന്ന വേദന, ചുറ്റും നായ്ക്കളുടെ കുരച്ചിൽ. അവൾ ചെവി പൊത്തിപ്പിടിച്ചു. ഇല്ല, ഇപ്പോൾ കേൾക്കുന്നില്ല. അവൾ കണ്ണു തുറന്നു നോക്കി. മുകളിൽ കറങ്ങുന്ന ഫാൻ. താൻ എവിടെയാണ്? എഴുന്നേൽക്കാൻ പോയ ശരണ്യയെ ഒരാൾ കൈക്ക് കയറി പിടിച്ചു. അതൊരു കന്യാസ്ത്രീയായിരുന്നു. ശരീരം അധികം ഇളക്കണ്ട. തലയ്ക്ക് പരിക്കുണ്ട്, സ്റ്റിച്ചിട്ടിട്ടുണ്ട്. ഇതപ്പോൾ ഹോസ്പിറ്റലാണോ? അതെ. എത്ര ദിവസമായി ഞാനിവിടെ കിടക്കുന്നു? 3 ദിവസമായി. ഈശ്വര, 3 ദിവസമോ? അത്ഭുതത്തോടെ ശരണ്യ ചോദിച്ചു. മോൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? കന്യാസ്ത്രീ ശരണ്യയോട് ചോദിച്ചു. ഒന്നും പറ്റുന്നില്ല. ആലോചിക്കാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ പേര് പോലും പെട്ടെന്ന് ഓർക്കാൻ സാധിക്കുന്നില്ല, ശരണ്യ കന്യാസ്ത്രീയോട് പറഞ്ഞു. കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നാക്കിയ ആൾ പറഞ്ഞു ശരണ്യ എന്നാണ് പേര്. ശരണ്യ, അതെ, ആ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെൻ്റെ പേരായിരുന്നു, സംശയത്തോടെ ശരണ്യ ചോദിച്ചു. അധികം സംസാരിപ്പിക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുട്ടി റെസ്റ്റ് എടുത്തോളൂ. ബോധം തെളിഞ്ഞ വിവരം ഡോക്ടറെ ഞാൻ അറിയിക്കട്ടെ. സിസ്റ്റർ മുറിക്ക് പുറത്തേക്ക് പോയി. ശരണ്യ അപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുകയായിരുന്നു. അലക്സാണ്ടറും സാവിയോയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് ഒരു ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും ജോസഫ് പത്രോസ് ഇറങ്ങി. നേരെ സാവിയോയുടെ അടുത്തേക്ക് ചെന്നു. വാടാ, ഇരിക്ക്.
ജോസഫിന് ഇരിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് സാവിയോ പറഞ്ഞു. പറയൂ, എന്താണ് വരവിൻ്റെ ഉദ്ദേശം? നിന്റെ സാറ് പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തിയോ? സാവിയോ ജോസഫിനോട് ചോദിച്ചു. അത് പറയാനാ ഞാനിപ്പോൾ വന്നത്, ജോസഫ് പറഞ്ഞു. പറയൂ, എന്താണ് കാര്യം? കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് സാവിയോ ചോദിച്ചു. DYSP രാജീവ് കൃഷ്ണൻ സത്യത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് സുധാകരൻ സാറിൻ്റെയോ കിഷോറിൻ്റെയോ ജെയിംസിൻ്റെയോ കൊലപാതകമല്ല. പിന്നെ അയാൾ എന്താ ഇത്ര നാൾ അന്വേഷിച്ചു കൊണ്ടിരുന്നത്? സാവിയോ ചോദിച്ചു. അല്ലെങ്കിലും അയാളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്ന്. എത്ര നാളായി ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട് കേസ് അന്വേഷണത്തിൽ നിന്നും അയാളെ മാറ്റണമെന്ന്. അലക്സാണ്ടർ ആണ് അത് പറഞ്ഞത്. അതിനയാൾ ആ കേസല്ല അന്വേഷിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും പിന്നിലുണ്ട് അയാൾ. അലക്സാണ്ടർ ഞെട്ടലോടെ സാവിയോയെ നോക്കി. അതെ സാറേ, അയാൾ എന്നോട് പറഞ്ഞു അത്. മരിച്ചുപോയ DIG കൃഷ്ണകുമാർ മേനോന്റെ മകനാണ് ഈ പറഞ്ഞ രാജീവ് കൃഷ്ണൻ. ജോസഫ് പത്രോസ് പറഞ്ഞു. അത് ശരി, അപ്പോൾ അവൻ കണക്ക് ചോദിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയിരിക്കുന്നതല്ലേ? സാവിയോ പറഞ്ഞു. നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടുകയാണല്ലോ സാവിയോ. സാവിയോടായി അലക്സാണ്ടർ പറഞ്ഞു. അതിനെന്താടാ, കൂടട്ടെ. ശത്രുക്കളുടെ എണ്ണം കൂടുമ്പോഴേ ഒരു ത്രില്ലുള്ളൂ. അതിനു മുൻപ് കൃഷ്ണമേനോൻ എന്നെപ്പറ്റി ശേഖരിച്ചു വെച്ചിരിക്കുന്ന എല്ലാ രഹസ്യരേഖകളും എനിക്ക് കിട്ടണം. അരവിന്ദന്റെ കയ്യിൽ ഇല്ല എന്ന് ഉറപ്പായിരുന്നു. ഉണ്ടായിരുന്നുവെങ്കിൽ മകളെ മുന്നിൽ നിർത്തിയ സമയത്തെങ്കിലും അയാളത് പറഞ്ഞേനെ. അത് പിന്നെ എവിടെയായിരിക്കും? ആരുടെ കയ്യിലായിരിക്കും? അലക്സാണ്ടർ പറഞ്ഞു. കണ്ടുപിടിക്കണം. ആ രഹസ്യ വിവരങ്ങൾ പുറത്തു പോകാൻ പാടില്ല, സാവിയോ അലക്സാണ്ടറിനോട് പറഞ്ഞു. ജോസഫേ, നീ രാജീവ് കൃഷ്ണന്റെ ഒപ്പം തന്നെ ഉണ്ടാവണം. അവന്റെ ഓരോ നീക്കങ്ങളും അപ്പോൾ എന്നെ അറിയിക്കണം. അത് ഞാൻ ഏറ്റു സാർ, ജോസഫ് തലകുലുക്കി സമ്മതിച്ചു. ആലുവയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ സൈമന്റെ അടുത്തായിരുന്നു പൈലി. ശരണ്യയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ? പൈലി ഡോക്ടറോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ട്, ഭക്ഷണവും കഴിക്കുന്നുണ്ട്. ആളിപ്പോൾ നോർമൽ റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവൾക്കെന്തോ ഓർമ്മക്കുറവുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഹേ, അതൊന്നുമില്ല. നമ്മുടെ ഈ തലയെന്ന് പറയുന്നത് എല്ലാം കൂടി ചേർന്നതാണ്. ഒരുപാട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പൈലിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. നമ്മുടെ ഓർമ്മ, ബുദ്ധി ഇതെല്ലാം തലച്ചോറിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്നറിയാമല്ലോ. ആ പെൺകുട്ടിയുടെ തലയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ സ്റ്റിച്ചിട്ടു. ധാരാളം ഞരമ്പുകളൊക്കെ ഉള്ളതല്ലേ. തലക്കേറ്റ മർദ്ദനം, മുറിവ് സ്റ്റിച്ചിടുക, ഇതെല്ലാം കൂടി ആയപ്പോൾ താങ്ങാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ അത്. അതുകൊണ്ടാണ് കഴിഞ്ഞതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇപ്പോഴെല്ലാം നോർമലായല്ലേ? യെസ്. എനിക്ക് നന്ദി പറയേണ്ടത് ഇതിനെല്ലാം സഹായിച്ച ആ വലിയ മനുഷ്യനോടാണ്. അപ്പോഴേക്കും ഫാദർ വിൻസെന്റ് കയറി വന്നു. ഹോസ്പിറ്റലിലെ ഡയറക്ടറാണ് അദ്ദേഹം. താൻ വന്നിട്ട് ഒന്ന് പോയി കാണുന്നില്ലേ ആ കൊച്ചിനെ? അത് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ആരായി ക്ലീറ്റസ്? എൻ്റെ മകനാണ്. എങ്കിൽ ചെല്ലടോ, ചെന്ന് സംസാരിക്കൂ. ഫാദർ, ഞാൻ വിളിച്ച സമയത്ത് തന്നെ നിങ്ങൾ എല്ലാവരും എത്തിയത് കൊണ്ടാണ് ശരണ്യയെ ഇവിടേക്ക് എത്തിക്കാൻ പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട്. നന്ദിയൊന്നും എന്നോട് വേണ്ടടോ, ദൈവത്തിനോട് പറഞ്ഞാൽ മതി. പിന്നെ എന്നെ വിളിച്ച് ഈയൊരു ദൗത്യം ഏൽപ്പിച്ച ആ വലിയ മനുഷ്യനോടും. ആത്മനിർവൃതിയോടെ തല കുലുക്കിക്കൊണ്ട് പൈലി ഡോക്ടറുടെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. പൈലി കയറി ചെല്ലുമ്പോൾ ശരണ്യ എന്തോ ആലോചനയിലായിരുന്നു. പൈലിയെ കണ്ട് അവൾ സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് അവളുടെ മുഖം തെളിഞ്ഞു. അങ്കിൾ, ക്ലീറ്റസ് എവിടെ? അവൻ എന്തെങ്കിലും പറ്റിയോ? ഏയ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോനെ എന്തെങ്കിലും പറ്റുമോ? അവനൊന്നും ഇല്ല മോളെ, സുരക്ഷിതമായി ഒരിടത്തുണ്ട്. അത് കേട്ടതും ശരണ്യയുടെ മുഖം തെളിഞ്ഞു. എനിക്ക് അവനെ ഒന്ന് കാണണം. അതിപ്പോൾ വേണ്ട മോളെ, ശത്രുക്കൾ നിസ്സാരക്കാരല്ല. ഈ സാവിയോ എന്ന് പറയുന്നവന് ഒരു സ്വഭാവമുണ്ട്, ഒരു തരം ഭ്രാന്തൻ സ്വഭാവം. തൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ഇര ആരായാലും തേടി പിടിച്ചു കൊല്ലും. താൻ കൊല്ലാൻ ശ്രമിച്ചവർ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ അവന് കഴിയില്ല. അതോർക്കുമ്പോൾ അവന് ഭ്രാന്താണ്. ആ നിലയ്ക്ക് നിങ്ങൾ രക്ഷപ്പെട്ട വിവരം അവൻ അറിഞ്ഞാൽ അത് പ്രശ്നമാണ്. രണ്ടുപേരും കൂടി ഒരിടത്ത് നിന്നാൽ രണ്ടുപേരെയും ഒരുമിച്ച് രക്ഷിക്കുക പ്രയാസമാണ്. ക്ലീറ്റസ് റോക്കിയുടെ കൂടെ സുരക്ഷിതനാണ്. മോള് ധൈര്യമായിരിക്ക്. സമയമാകുമ്പോൾ നിങ്ങളെ ഒരുമിപ്പിക്കും. പൈലി അത് പറഞ്ഞപ്പോൾ ശരണ്യയ്ക്ക് മുഖത്ത് തെളിച്ചം വന്നു. അങ്കിൾ, അപ്പോൾ എൻ്റെ അച്ഛനോ? അത് ചോദിച്ചപ്പോൾ പൈലിയുടെ മുഖം മാറി. മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല.
മോള് അധികം സംസാരിക്കേണ്ട, വിശ്രമിച്ചോളൂ. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. പൈലി തിരിച്ചു പോകാൻ ഒരുങ്ങി. അങ്കിൾ, എനിക്ക് പേടിയാണ്. അങ്കിൾ പോവല്ലേ. അവർ ഇവിടെ വരും എന്നെ കൊല്ലാൻ, ഭയത്തോടെ പറഞ്ഞു ശരണ്യ. അതോർത്ത് മോള് പേടിക്കണ്ട. ഇവിടെ കയറി വരാൻ സാവ്യോ അല്ല അവൻ്റെ അപ്പൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അഥവാ വന്നാൽ അത് അവൻ്റെ വിധിയായിരിക്കും. ഈ സ്ഥലം അല്പം പിശകാ മോളെ. ശരണ്യയോട് അത് പറഞ്ഞുകൊണ്ട് പൈലി പുറത്തേക്കിറങ്ങി. പുറത്ത് നല്ല മഴ. എല്ലാം കേട്ടിരുന്ന കീർത്തനയുടെ മനസ്സിലൂടെ ഭയപ്പെടുത്തുന്ന ചില രംഗങ്ങൾ തെളിഞ്ഞു വന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. അച്ഛനും ചേച്ചിയും സത്യത്തിൽ ജീവനോടെ ഉണ്ടോ? അവരുടെ ഡെഡ് ബോഡി പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെങ്ങനെ മരിച്ചെന്ന് വിശ്വസിക്കും? ചില ദിവസങ്ങളിൽ ഞാൻ കരുതും പെട്ടെന്ന് രണ്ടുപേരും കൂടി കയറി വരുമെന്ന്. പുറത്ത് ഒരു ഓട്ടോ വന്നു നിന്നാൽ, കാറോ ഏതെങ്കിലും ഒരു വാഹനമോ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാൽ ഞാൻ ഓടിച്ചെല്ലും. അച്ഛനും ചേച്ചിയും വന്നതാണെന്ന് കരുതി ഇപ്പോഴും ഞങ്ങൾ ആ പ്രതീക്ഷയിലാണ്. കീർത്തന പറയുന്നത് റോക്കി കേട്ടിരുന്നു. രാത്രി സമയമായതുകൊണ്ട് തന്നെ പലരും ഉറങ്ങിയിരുന്നു. ഒരു കാര്യം മാത്രം എനിക്കറിയാം. അച്ഛനെയും ചേച്ചിയെയും പിടിച്ചുകൊണ്ടുപോയത് കള്ളൂക്കാരന്മാരാണ്. അവരെ തകർക്കുന്ന എന്തൊക്കെയോ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഉറപ്പായിരുന്നു. അതിനു വേണ്ടിയാണ് അയാൾ അച്ഛനെയും ചേച്ചിയും പിടിച്ചുകൊണ്ടുപോയത്. അവരെ കാണാതായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനും അമ്മയും സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. CI സുധാകരനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പറഞ്ഞതൊന്നും അയാൾ മുഖവിലക്കെടുത്തില്ല. അയാളിൽ നിന്നും നീതി കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. അന്നു രാത്രി വീട്ടിൽ കുറെ വാഹനങ്ങൾ വന്നു നിന്നു. അച്ഛനും ശരണ്യ ചേച്ചിയുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ കല്ലൂക്കാരന്മാരായിരുന്നു. അവരുടെ ആളുകൾ അകത്തു കയറി എന്തൊക്കെയോ പരിശോധിച്ചു. എല്ലാം തട്ടിമറിച്ചിട്ടു. കുറെ നേരത്തിനു ശേഷം പരിശോധന അവസാനിപ്പിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല അവർക്ക്. കല്ലൂക്കാരൻ സാവിയോ രാധികയുടെ അടുത്തേക്ക് ചെന്നു. അരവിന്ദൻ നിന്റെ കയ്യിലേൽപ്പിച്ച ഫയൽ എവിടെ? ഫയലോ? ഏത് ഫയൽ? എന്നെ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. രാധിക അത് പറഞ്ഞപ്പോൾ സാവിയോ ചിരിച്ചു. എന്തിനാണ് നീ ഇങ്ങനെ കള്ളം പറയുന്നത്? എൻ്റെ കുടുംബത്തിൻ്റെ വേരറുക്കാനുള്ള ഫയലാണത്. അതിൽ ഞാൻ കൊന്നതിൻ്റെയും ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളുടെയും എല്ലാ രേഖകളുണ്ട്. മര്യാദയ്ക്ക് അതെവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ദ്രോഹം കൂടി എഴുതി പിടിപ്പിക്കേണ്ടി വരും. നിന്നെയും നിന്റെ മകളെയും കൊന്ന ദ്രോഹം. കല്ലുകാരന്മാരുടെ നാശം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. രാധികയുടെ തൊട്ടു പറ്റേ ചെന്ന് നിന്നു സാവിയോ. സ്വന്തം ഭാര്യയുടെ അടുത്തല്ലാതെ അവൻ പിന്നെ ആരെ ഏൽപ്പിക്കാനാണ് ആ ഫയൽ? അതുകൊണ്ട് പറയുന്നതാണ് നിനക്ക് നല്ലത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ കയ്യിൽ ഒരു ഫയലുമില്ല. രാധികയും ദേഷ്യത്തിൽ പറഞ്ഞു. അടുത്ത നിമിഷം തന്നെ സാവിയോയുടെ കൈ രാധികയുടെ കവിളിൽ പതിഞ്ഞു. അടി കൊണ്ടതും രാധിക മറിഞ്ഞു വീണു. അതുകണ്ട് കീർത്തന കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്നു. എന്നാൽ പുറകെ വന്ന കിഷോർ അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു. അലക്സാണ്ടർ നിലത്തു വീണ് കിടക്കുന്ന രാധികയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്ത് കുത്തിയിരുന്നു. നിന്നെ കൊല്ലണമെന്നൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ആ ഫയലുകൾ എവിടെയാണെന്ന് നീ പറയാതെ നിന്നെ വെറുതെ വിടില്ല, അലക്സാണ്ടർ രാധികയോട് പറഞ്ഞു. എൻ്റെ കയ്യിലില്ലാത്ത സാധനത്തിന് ഞാൻ എന്തു പറയാനാണ്? ആ ഫയലൊന്നും എൻ്റെ കയ്യിലില്ല, രാധികയും ശബ്ദമുയർത്തി. സാവിയോ കൈനീട്ടിയപ്പോൾ ജെയിംസ് ഒരു ഇരുമ്പ് വടി കൊണ്ടുവന്നു കൊടുത്തു. കീർത്തന കിഷോറിൻ്റെ കയ്യിൽ നിന്ന് കുതറി. പക്ഷേ കിഷോർ പിടിവിട്ടില്ല. ഇതേ സമയം സാവിയോയുടെ കയ്യിലിരുന്ന ഇരുമ്പ് വടി രാധികയുടെ വലതുകാലിൽ ആഞ്ഞു പതിച്ചു. അടികൊണ്ട് രാധിക അലറിക്കരഞ്ഞു. നീ ഞങ്ങൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു അല്ലേ? രാധിക മറുപടി പറയാതെ കരയുകയായിരുന്നു. അതുകണ്ട് കീർത്തനയും കരഞ്ഞു. സാവിയോ വീണ്ടും വീണ്ടും രാധികയുടെ കാലിൽ ആഞ്ഞടിച്ചു. രാധികയുടെ കരച്ചിൽ ഉച്ചത്തിലായി. അയൽവക്കത്തുള്ള ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ സാവിയോ അടി നിർത്തി. രാധികയുടെ വലതുകാലപ്പോൾ ശേഷിയില്ലാതെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഇനി ഞങ്ങൾക്കെതിരെ പരാതിയുമായി എവിടെയെങ്കിലും പോകാൻ ശ്രമിച്ചാൽ ഇത് നീ ഓർക്കണം. ഏതായാലും ആ ഫയൽ ഇവിടെ ഇല്ല എന്ന് മനസ്സിലായി. അതെവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിക്കും. കല്ലൂക്കാരന്മാരെ തകർക്കാൻ ഒരു പട്ടി വിചാരിച്ചാലും സാധിക്കില്ല. സാവിയോ തിരിഞ്ഞു നടന്നു. ചേട്ടാ, കിഷോർ സാവിയോയെ വിളിച്ചു. അത് കേട്ട് സാവിയോ കിഷോറിനെ നോക്കി. ഇവളെ അങ്ങ് കൊണ്ടുപോയാലോ?
കീർത്തനയുടെ വയറ്റത്ത് കൈകൾ ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട് കിഷോർ ചോദിച്ചു. തൽക്കാലം വേണ്ട. ഇനി ഇവർ നമുക്കെതിരെ എന്തിനെങ്കിലും മുതിർന്നാൽ അപ്പോൾ നമുക്ക് നോക്കാം. കീർത്തനയെയും രാധികയെയും മാറി മാറി നോക്കിക്കൊണ്ട് സാവിയോ പറഞ്ഞു. കീർത്തന കണ്ണുകൾ മുറുക്കിയടച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. 1 മാസത്തിൽ കൂടുതൽ അമ്മ ഹോസ്പിറ്റലിൽ കിടന്നു. ഓടി നടന്നുകൊണ്ടിരുന്ന ആളാണ് എൻ്റെ അമ്മ. ഇപ്പോൾ വീൽചെയറിൽ. കീർത്തനയുടെ ശബ്ദമിടറി. ഒരു തേങ്ങൽ അറിയാതെ പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഓർത്തിരുന്നിട്ട് എന്താ കാര്യം? കഴിഞ്ഞില്ലേ? ഇനി നല്ലതിനെപ്പറ്റി മാത്രം ചിന്തിക്ക്, റോക്കി കീർത്തനയോട് പറഞ്ഞു. റോക്കി അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ ചെറിയ പ്രതീക്ഷയുണ്ടായി. ചേച്ചിയും അച്ഛനും വരുമോ എന്ന പ്രതീക്ഷ. കാറിലിരുന്ന് ആരെയോ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് രാജീവ് കൃഷ്ണൻ. സാർ ആരെയാ നോക്കുന്നത്? ജോസഫ് പത്രോസ് ചോദിച്ചു. അത് കേട്ട് രാജീവ് കൃഷ്ണൻ ചിരിച്ചു. ഈ സാവിയോ എന്ന പേര് താൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ജോസഫേ? ഇല്ല. അല്ല, കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. പതർച്ചയോടെ ജോസഫ് പത്രോസ് പറഞ്ഞു. ഓ, ഞാനത് മറന്നു. താൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ, സാവിയോ എവിടെയോ കേട്ടിട്ടുണ്ട് ആ പേരെന്ന്? അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ സാറിനോട്. വിക്കിയാണ് ജോസഫ് പത്രോസ് അത് പറഞ്ഞത്. അത് ശ്രദ്ധിക്കാതെ രാജീവ് കൃഷ്ണൻ കാറിൽ നിന്നും ഇറങ്ങി നേരെ മുന്നോട്ട് നടന്നു. കാറിലിരുന്ന് രാജീവ് കൃഷ്ണനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ജോസഫ് പത്രോസ് പെട്ടെന്നാണ് അത് കണ്ടത്. എതിരെ വരുന്നു വർക്കി. വർക്കി രാജീവ് കൃഷ്ണനെ കണ്ടിട്ടില്ല. രാജീവ് കൃഷ്ണന്റെ മുൻപിലെത്തിയതും അറിയാതെ പെട്ടെന്നൊന്ന് ദേഹത്ത് മുട്ടി വർക്കി. പെട്ടെന്നാണ് രാജീവ് കൃഷ്ണനെ വർക്കി കണ്ടത്. അയാളുടെ മുഖം മാറി. വരൂ വർക്കി, ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. രാജീവ് കൃഷ്ണൻ വർക്കിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. കാറിൽ കയറ്, വർക്കിയോടായി രാജീവ് കൃഷ്ണൻ പറഞ്ഞു. എന്തിനാണ് സാറേ? വർക്കിയുടെ ശബ്ദമിടറി. പറയാം, താൻ കയറ്. വർക്കി കാറിൽ കയറിയപ്പോഴാണ് ജോസഫ് പത്രോസിനെ കണ്ടത്. ഇരുവരുടെയും മുഖം വിളറിയിരുന്നു. എന്താ, നിങ്ങൾ പരസ്പരം അറിയുമോ? രാജീവ് കൃഷ്ണൻ ചോദിച്ചു. ഏയ്, അറിയില്ല. വർക്കി എന്തോ മറുപടി പറയാൻ പോകുന്നതിന് മുൻപ് തന്നെ ജോസഫ് പത്രോസ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് കേട്ട് രാജീവ് കൃഷ്ണൻ ചിരിച്ചു. വർക്കിയുടെ അടുത്ത് തന്നെ രാജീവ് കൃഷ്ണൻ കയറിയിരുന്നു. ഡ്രൈവർ കാർ മുന്നോട്ടെടുത്തു. വാതിലിൽ തുടർച്ചയായി മുട്ടുന്നത് കേട്ട് കീർത്തന വാതിൽ തുറന്നു. ക്ലാര ആയിരുന്നു. അവൻ ഇവിടെ ഇല്ലേ റോക്കി? ദേഷ്യത്തോടെയാണ് ക്ലാര ചോദിച്ചത്. ഇല്ല, പുറത്തെവിടെയോ പോയിരിക്കുകയാണ്, കീർത്തന പറഞ്ഞു. നിങ്ങളെയൊക്കെ അവൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണല്ലേ? കുറച്ചാണുങ്ങൾ താമസിക്കുന്നിടത്ത് ആണോ പെണ്ണുങ്ങൾ? രസിക്കാത്ത മട്ടിലാണ് ക്ലാര അത് പറഞ്ഞത്. റോക്കി അത്തരക്കാരനല്ല ആൻറ്റി. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല മനുഷ്യനാണ്. നല്ല വ്യക്തിത്വമുള്ള ആളാണ്. സ്വന്തം ജീവിതമല്ല, മറ്റുള്ളവരുടെ ജീവിതം രക്ഷിക്കാൻ ശ്രമിക്കുന്നവനെയാണ് ധീരൻ എന്ന് വിളിക്കുന്നത്. റോക്കി ധീരനാണ്. അതുപോലുള്ള ഒരാളുടെ കൂടെ താമസിച്ചു എന്ന് വെച്ചിട്ട് ഞങ്ങൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല, കീർത്തന പറഞ്ഞു. ആൻറ്റി, റോക്കി ഒന്ന് സ്നേഹിച്ചുകൂടെ? അമ്മയുടെ സ്നേഹം അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. കീർത്തന അത് പറഞ്ഞപ്പോൾ ക്ലാരയുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും പറയാതെ അവൾ തിരിഞ്ഞു നടന്നു. ക്ലാര ഓർക്കുകയായിരുന്നു, എപ്പോഴാണ് റോക്കിയോട് തനിക്ക് ദേഷ്യമായത്? കുട്ടിയായിരുന്നപ്പോൾ അവനെ തനിക്ക് ജീവനായിരുന്നു. എന്നാൽ തുടർച്ചയായുള്ള ഓരോ പ്രശ്നങ്ങൾ, കോളേജിൽ വെച്ചുള്ള ഓരോ പരാതികൾ, അവനവന്റെ അപ്പനെ പോലെ ആവുകയാണെന്ന തോന്നലായിരുന്നു തനിക്ക്. പലപ്പോഴായി താൻ അവനെ ഉപദേശിച്ചു. എന്നാൽ തന്റെ വാക്ക് അവൻ അവഗണിച്ചു പലവട്ടം. ക്രമേണ അവനോട് ദേഷ്യമായി. ക്ലാര നേരെ പുറത്തേക്ക് പോയി. ചുറ്റും കാര്യമായിട്ടുള്ള വെളിച്ചമില്ല. വർക്കി ഭയന്ന് ചുറ്റും നോക്കി. തൊട്ടുമുന്നിൽ ഇരിക്കുകയാണ് രാജീവ് കൃഷ്ണൻ. അടുത്തു തന്നെ ജോസഫ് പത്രോസ്. പറയണം വർക്കി, തനിക്ക് അറിയാവുന്നതെല്ലാം പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ തൻ്റെ തടി കേടാവും. കല്ലുകാരന്മാർ ചെയ്തു കൂട്ടിയതെല്ലാം താൻ പറയണം. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കല്പം ബലം പ്രയോഗിക്കേണ്ടി വരും. സാറേ, എനിക്കൊന്നും അറിയില്ല. സത്യമായിട്ടും അറിയില്ല സാറേ. ഞാൻ അവരുടെ അങ്കിളാണ്. വർക്കി അത് പറഞ്ഞു കഴിഞ്ഞതും രാജീവ് കൃഷ്ണൻ മുഖത്തിട്ടൊന്നു കൊടുത്തു. വർക്കി നിലവിളിച്ചു പോയി. വർക്കിയുടെ കവിളിൽ അമർത്തിപ്പിടിച്ച് രാജീവ് കൃഷ്ണൻ. പുന്നാര മോനെ, നിന്റെ ഉള്ളിലുള്ളത് മുഴുവൻ ഛർദ്ദിക്കാതെ നിന്നെ ഞാൻ വിടില്ല.
നീയൊക്കെ കൊന്നു തള്ളിയത് എൻ്റെ അച്ഛനെയാടാ. വർക്കിക്ക് ശ്വാസം മുട്ടി. ജോസഫ് പത്രോസ് പെട്ടെന്ന് ഓടി വന്ന് പിടിച്ചു മാറ്റി. സാറേ, ചത്തുപോകും ഇങ്ങനെ പിടിച്ചാൽ. രാജീവ് കൃഷ്ണൻ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. ലൈറ്റർ കൊണ്ട് കത്തിച്ചു. എടോ ജോസഫേ, അയാളെ അങ്ങ് ചോദ്യം ചെയ്. അവൻ്റെ നാവിൽ നിന്ന് എല്ലാ സത്യവും പുറത്തു വരണം. രാജീവ് കൃഷ്ണൻ അത് പറഞ്ഞപ്പോൾ ജോസഫ് നടുങ്ങി. സാർ, അത് എന്താടോ, തനിക്ക് ബുദ്ധിമുട്ടാണോ? ഏയ് ഇല്ല സാർ. എങ്കിൽ ചോദ്യം ചെയ്യൂ, ഞാനൊന്ന് കാണട്ടെ. പതർച്ചയോടെ ജോസഫ് വർക്കിയുടെ അടുത്തേക്ക് ചെന്നു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ജോസഫ്. രാജീവ് കൃഷ്ണൻ ഒരു കസേരയിലിരുന്ന് അതെല്ലാം നിരീക്ഷിച്ചു. തുടർച്ചയായ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് റോക്കി ഫോൺ എടുത്തു. അപ്പുറത്ത് സാവിയോ ആയിരുന്നു. ഹലോ റോക്കി, ഐ ആം സാവിയോ. എന്താ നിനക്ക് വേണ്ടത്? റോക്കി ചോദിച്ചു. എനിക്ക് വേണ്ടത് ശരണ്യയാണ്. ഞാൻ കൊല്ലാൻ ശ്രമിച്ച അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി നിന്റെ അപ്പൻ. ഞാനത് അറിയില്ല എന്നവൻ കരുതി. പക്ഷേ എൻ്റെ കണ്ണുവെട്ടിച്ച് ഒന്നും ചെയ്യുവാൻ ആർക്കും കഴിയില്ല. ഞാൻ കൊല്ലാൻ ശ്രമിച്ചവൾ ജീവനോടെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ അവളുടെ സഹോദരിയും അമ്മയും, അവരൊക്കെ നിനക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാവുമല്ലോ നീ അവരെ രക്ഷിച്ചു പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരെ എനിക്ക് വേണം. വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴുള്ള വേദന നീ അറിയണം. സാവിയോ പറഞ്ഞു. നിന്റെ ആഗ്രഹം നടക്കില്ല സാവിയോ. എനിക്ക് വേണ്ടപ്പെട്ടവരെ വേദനിപ്പിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. പെട്ടെന്ന് സാവിയോ പൊട്ടിച്ചിരിച്ചു. എങ്കിൽ രക്ഷിക്കൂ റോക്കി. നിന്റെ വലം കൈയായിരുന്ന ആന്റണി ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. തമാശയല്ല, കാണണോ നിനക്ക്? ഞാൻ അവന് കൊടുക്കാം. റോക്കി നടുങ്ങി നിൽക്കുകയായിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഫോണിൽ കൂടെ ആന്റണിയുടെ വിറയ്ക്കുന്ന ശബ്ദം കേട്ടു. റോക്കി, എന്നെ അവർ പൊക്കിയടാ. പക്ഷേ നീ അത് കാര്യമാക്കണ്ട. ഒരു കാരണവശാലും ഇവൻ പറയുന്നത് അനുസരിക്കരുത്. കീർത്തനയെയും കുടുംബത്തെയും ഇവന് കൊടുക്കരുത്. പെട്ടെന്ന് അടികിട്ടുന്ന ശബ്ദവും ആന്റണിയുടെ കരച്ചിലും കേട്ടു. റോക്കി തളർന്നിരുന്നു.